അങ്ങനെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഗഗൻ ചുക്കിയിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ മയൂര ഭരത് ചുക്കി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ചുക്കായിട്ടൊരു റൂം ടൂർ. ഇതാണ് നമ്മുടെ റൂം. ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് AC റൂമാണ്, AC സ്റ്റാൻഡേർഡ് റൂമാണ്. പക്ഷെ അവർക്കെന്തോ AC കംപ്ലൈൻറ്റ് കാരണം അവർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഡീലക്സ് റൂം തന്നു. ഇതാണ് ഡീലക്സ് റൂം. വിത്ത് ബാൽക്കണി ഇല്ല. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഭരത് ചുക്കി ഫോൾസ് കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നല്ല മഴ പെയ്യാൻ തുടങ്ങി ഇവിടെ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു, മഴ കുറയുകയാണെങ്കിൽ നമുക്ക് 5 മണിക്കുള്ളിൽ പോകാൻ പറ്റുകയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ മഴ കുറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരത് ചുക്കി വിസിറ്റ് ചെയ്യാനുള്ള പ്ലാന് നാളേക്ക് മാറ്റേണ്ടി വരും. കാരണം 5 മണിക്ക് ശേഷം അവിടെ വിസിറ്റിംഗ് അലൗഡ് അല്ല. മഴയൊക്കെ നിന്നപ്പോൾ ഏകദേശം 6 മണിയായി. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തിങ്ങനെ ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങി. ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഇനി നാളെ മോർണിംഗ് നമുക്ക് നേരെ ഫോൾസ് കാണാൻ പോവാം. ഇതാണ് റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. എന്ത് അടിപൊളിയാണല്ലേ. മോർണിംഗ്. അപ്പോൾ നമ്മൾ ഭരത് ചുക്കി ഫോൾസ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് കാണിക്കുന്നത് ഭരത് ചുക്കി ഫോൾസിലേക്ക്. അപ്പോൾ ഈ 2 ഫോൾസ് തമ്മിൽ ഏകദേശം 14-15 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ കാവേരി, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കാവേരി നദി 2ആയി ഡിവൈഡ് ആയിട്ടാണ് ഈ 2 ഫോൾസ് ഉണ്ടായിരിക്കുന്നത്, ഗഗൻ ചുക്കിയും ഭരത് ചുക്കിയും. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഈ കാണുന്നതാണ് എൻട്രൻസ്. നമ്മളിവിടെ എൻട്രൻസ് കയറാനായിട്ട് 40 രൂപയാണ് കൊടുത്തത്. ഇനി നമുക്ക് അവിടെ ഭരത് ചുക്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10 രൂപയോ 20 രൂപയോ മറ്റേ എൻട്രൻസ് ഫീ അങ്ങനെ എന്തോ ഉണ്ട്. അത് പാർക്കിങ്ങിനും എൻട്രൻസിനും കൂടിയിട്ടാണ് തോന്നുന്നു. ഈ വ്യൂ ഒക്കെ നല്ല രസമുണ്ട്. 2 സൈഡും മരങ്ങളും, അതിൻ്റെ നടുവ് കൂടെ റോഡ്. നമ്മൾ ഇന്നലെ കണ്ട ഗഗൻ ചുക്കി വാട്ടർഫോൾസ് 90 മീറ്ററിൽ നിന്നാണ് വരുന്നത്. അതേപോലെ ഇത്
ബരച്ചുക്കി 60 മീറ്റർ, അത് 69 മീറ്റർ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. നമുക്ക് ഈ നേരെ കാണുന്നതാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. നമ്മൾ ഗഗൻചുക്കിയിൽ കണ്ട പോലെ ഇവിടെയും ചെറിയ ചെറിയ കടകളുണ്ട്. മറ്റേ മാങ്ങ, കുക്കുംബർ, കരിമ്പ് ജ്യൂസ്. എല്ലാവരും വന്ന് തുടങ്ങണേ ഉള്ളൂ. തിരക്ക് കുറച്ച് കുറവാണ് രാവിലെ നേരത്തെ ആയതുകൊണ്ട്. വെള്ളം കുറവാണ്. അവിടെ ചോദിച്ചപ്പോൾ, ഗേറ്റിൽ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ച നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആഴ്ച കുറച്ച് കുറഞ്ഞു എന്നാണ്. കാരണം മഴയൊക്കെ കുറഞ്ഞു. രാവിലെ നേരത്തെ ആയിട്ടാണെങ്കിലും അത് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം താഴെ പോയിട്ട് ആ വ്യൂ കണ്ടിട്ട് വരാം. നമ്മൾ ബരച്ചുക്കിയിൽ വന്ന് വാട്ടർഫാൾസൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ഒരുപാട് വെള്ളമില്ലെങ്കിലും ഒരു വാട്ടർഫാൾസിനുള്ള വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ശരിക്കും നല്ല സീസണിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വാട്ടർഫാൾസാണ്. നല്ല കാറ്റും ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു മൂടിക്കെട്ടിയ ക്ലൈമറ്റും കാറ്റും ഈ വ്യൂവും എല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ശിവനസമുദ്രത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഔട്ട് ചെയ്ത്
അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മൂരു ബാംഗ്ലൂരുവിലേക്ക്. ഇത് നമ്മൾ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബരച്ചുക്കിയിലേക്ക് പോകുമ്പോൾ കണ്ട ബോട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഇവിടെ ഇറങ്ങിയിട്ട് കാണാമെന്ന് പറഞ്ഞ് പോയതാണ്. ലൊക്കേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ തിരക്കും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ബോട്ടിംഗ് ഇവിടെ ചെയ്തില്ല. ഇതിനെ സംബന്ധിച്ചുള്ള കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനിയൊരു മറ്റൊരു ട്രിപ്പുമായി കാണുന്നവരെ ഹാപ്പി എക്സ്പ്ലോറിങ്.